ഈ രുദ്രാക്ഷത്തിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കുന്ന എനർജി എന്ത് തരം എനർജിയാണെന്ന് ചോദിച്ചാൽ എനർജിക്ക് നമ്മൾ പേരിട്ടിട്ടുണ്ട്, എനർജിക്ക് നമ്മൾ ക്വാളിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. എനർജിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ക്വാളിറ്റിയാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണ പ്രധാനമായിട്ടുള്ള ഒരു എനർജി ഉള്ള വസ്തുവാണ് രുദ്രാക്ഷം എന്നതുകൊണ്ട് ഇതിനെ ആധ്യാത്മിക വസ്തു എന്നും കൂടി വിളിക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ സത്വഗുണം എന്ന് പറയുന്ന ഒരു എനർജി, ആ എനർജിയെ അപ്ലൈ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ജ്ഞാനമാണ്, അറിവാണ്. പ്യുവർ ലൈറ്റ് പോലെയാണ്, പ്യുവർ കോൺഷ്യസ്നെസ് ആണ് സത്വഗുണം. രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷനാണ്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സോളിഡ് ഫോമാണ്. അതിൽ വളരെ ലെസ് ആയിരിക്കും ജ്ഞാനവും ആക്ഷനും. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അതിനെ മോർ കോൺഷ്യസ് സ്റ്റേറ്റിലുള്ള എനർജി സത്വഗുണം, മോർ ആക്റ്റീവ് സ്റ്റേറ്റിലുള്ള എനർജി രജോ ഗുണം, നോൺ കോൺഷ്യസ് നോൺ ആക്റ്റീവ് സ്റ്റേറ്റിലുള്ള എനർജി തമോ ഗുണം. അത് രൂപം ഉണ്ടാവുന്നതാണ്, ശരീരമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണ്ടാത്തതാണെന്ന് ധരിക്കുകയേ വേണ്ട. തമോ ഗുണം ഇല്ലെങ്കിൽ നമുക്ക് ശരീരം ഉണ്ടാവില്ല. ശരീരം ഇല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കാനുള്ള പദ്ധതികളൊന്നും നടപ്പാവില്ല. ആ ശരീരം ഉണ്ടാവണം, അതിൽ ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവണം. ആ ആക്ഷൻ ചെയ്യുമ്പോൾ അത് ബുദ്ധിപൂർവ്വമുള്ള ജ്ഞാനപൂർവ്വമായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ സത്വഗുണത്തിൻ്റെ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ഇക്വിലിബ്രിയം ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റി പ്രൊപ്പോർഷൻ മാറി കിടന്നു കഴിഞ്ഞാൽ ആ ആളുടെ ജീവിതത്തിൽ ഇംബാലൻസ് ഉണ്ടാവും, പ്രശ്നങ്ങളായിട്ട് മാറും. ഒന്നുമില്ല, തമോ ഗുണം മാത്രമുള്ള ഒരാളും വെറും കുഴിമടിയനായിരിക്കും, ഭക്ഷണം കഴിക്കാൻ മാത്രം ഉണരുന്ന ആളായിരിക്കും. അല്ല, ഇനി ഇതൊന്നുമില്ലാതെ ഭയങ്കര ആക്ഷൻ മാത്രമുള്ള ഒരാളാണെങ്കിൽ അയാൾ വലിയ വലിയ ആക്ഷനുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും അയാള് ബുദ്ധിയില്ലാതെ ഒരുപക്ഷെ പെരുമാറുണ്ടാവുക, ബുദ്ധി ഇല്ലാതെ ആവാം ഒരുപക്ഷെ പെരുമാറുണ്ടാവുക, അങ്ങനെയൊക്കെ അത് വേറെ.